ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തിട്ടാ. യഥാർത്ഥ കേരള സ്റ്റോറീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ബിരിയാണി ഇതൊക്കെ പകുതി അടിച്ച് കയറ്റി നമ്മൾ വരുമ്പോഴേക്കും പിന്നെ ഇവിടെ ഈ നോമ്പ് തുറക്കി ഒരു പള്ളിക്കഞ്ഞി ഇതേ ഒരു പാത്രം കറക്റ്റായി കാണുമെന്ന് എനിക്കറിയില്ല. പള്ളിക്കഞ്ഞി മനസ്സിലായില്ലേ? ഞങ്ങളുടെ അവിടുത്തെ യഥാർത്ഥ റിയൽ കേരള സ്റ്റോറി ഇതൊക്കെയാണ്. പിന്നെ കുറേ തന്തയില്ല കഴിവേറ് മക്കൾ പലതും പടച്ചു വിടും. കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കില്ല. ഞങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചമ്മന്തി അരച്ചാലും ഷെയർ ചെയ്ത് കഴിക്കുന്ന ആൾക്കാരാണ്. ഇതാണ് ഇവിടുത്തെ യഥാർത്ഥ കേരള സ്റ്റോറി. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറം നേരെ പോയി സഹായിക്കാനും, അല്ലാതെ ഒരാളെ കെട്ടിപ്പിടിച്ച് കയ്യും കാലും ഒക്കെ വെച്ചിട്ട് ബീഫ് വായിൽ കയറ്റുക, എന്തുവാടേ ഇതൊക്കെ? ഒരു മര്യാദ വേണ്ടടേ. ഇല്ല കുഞ്ഞാ, ഒരു മര്യാദ വേണ്ട പറയും. മര്യാദ വേണ്ടേ? നാണോ ഇല്ലേ എന്തെല്ലാം ചെയ്യാനായിട്ട്? അതിനെ പ്രചരിപ്പിക്കാൻ കുറേ സംഘിക്കൂട്ടങ്ങളും. ഒന്നും ഇവിടെ വിലപ്പോവില്ല. ഇത് കേരളമാണ്. ഒരു പ്രളയം വന്നാലും ദുരന്തം വന്നാലും എല്ലാം ഒന്നിച്ച് കൈകോർത്ത് നിൽക്കുന്ന ഒരു നാട് കേരളം മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? കേരളം മാത്രമേ ഉള്ളൂ. അനുഭവം ഉദാഹരണം ഒരുപാടുണ്ട്. ഇത് നോമ്പ് തുറ വിഭവം, നോമ്പ് തുറന്നതിൻ്റെ അവരുടെ ഒരു ഭാഗം നമുക്ക് നമ്മുടെ മക്കളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് കൊണ്ടു തന്നിട്ടുള്ള കേട്ടോ. അതാണ് ഇവിടുത്തെ യഥാർത്ഥ കേരള സ്റ്റോറീസ്.